അഗ്രിസ്റ്റാക്ക് PM കിസാൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം? വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിവരമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരും അഗ്രിസ്റ്റാക്ക് എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത്രയും നാൾ ഇത് കൃഷിഭവൻ വഴിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തന്നെ ഇവ ചെയ്യാവുന്നതാണ്. ഇനി കൃഷിഭവനിൽ പോയി ക്യൂ നിന്ന് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്തരം വാർത്തകളും മറ്റും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഇത് എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ കരമടച്ച രസീത്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ ഇവ കയ്യിൽ കരുതുക. തുടർന്ന് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ആദ്യമായി വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ലോഗിൻ ഇൻ ആസ് എന്ന് കാണുന്ന സ്ക്രീനിൽ ഒഫീഷ്യൽ, ഫാർമർ എന്ന 2 ടാബുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫാർമർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ക്രിയേറ്റ് ന്യൂ യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ eKYC എന്നൊരു ഫോം ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന OTP ടൈപ്പ് ചെയ്യുക. വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. തുടർന്ന് വീണ്ടും ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. OTP ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് ഇവിടെ നൽകാവുന്നതാണ്. ഒരു ആൽഫ ന്യൂമറിക് ആയിരിക്കണം പാസ്വേഡ് കൊടുക്കുന്നത്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യുവർ യൂസർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഫാർമർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. OTP ആയാലും മതിയാവുന്നതാണ്. തുടർന്ന് ക്യാപ്ച കോഡ് നൽകിയ ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. രജിസ്റ്റർ ആസ് ഫാർമർ എന്നൊരു ടാബ് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ റിമൂവ് ചെയ്തിട്ട് വേറെ നമ്പർ കൊടുക്കണോ എന്ന് ചോദിക്കുക. സാധാരണഗതിയിൽ ഇതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. നോ കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് മൊബൈൽ നമ്പർ മാറണം എന്നുണ്ടെങ്കിൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കഴിയുന്നതും ആധാറിലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുക. ഇതൊരു മാൻഡേറ്ററി ഫീൽഡ് അല്ല, ഓപ്ഷണലാണ്. ആവശ്യമെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലിൽ വെരിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആ വെരിഫിക്കേഷൻ കോഡും കൂടി അടിച്ച് കൊടുക്കേണ്ടി വരും. ആവശ്യം ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഫീൽഡ് സ്കിപ്പ് ചെയ്തേക്കുക. തുടർന്ന് നിങ്ങളുടെ ആധാറിൽ കിടക്കുന്ന മേൽവിലാസവും മറ്റും ഡിസ്പ്ലേ ചെയ്യുന്ന കാണാവുന്നതാണ്. ഇവിടെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു നിർബന്ധമായ കാര്യമല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്യുക. തുടർന്ന് ഫാർമർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. SC, ST, OBC, ജനറൽ ഏതാണോ അത് കൊടുക്കുക. ഐഡന്റിഫയർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളത് ഒരു ഓപ്ഷനിലാണ്. ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കുക. തുടർന്ന് ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ, ലാൻഡ് ഓണിംഗ്, ഫാർമർ ഏതാണോ അവ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ് തുടങ്ങിയവ ടൈപ്പ് ചെയ്യുക. ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ ഇവ നൽകുക. ഈ സമയം നിങ്ങളുടെ ലാൻഡ് ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇല്ല എങ്കിൽ
മൈ നെയിം ഈസ് നോട്ട് ദെയർ ഇൻ ദി ലിസ്റ്റ് ഓഫ് ഓണേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് ആ സർവേ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട അടുത്തുള്ളവരുടെ വിവരങ്ങൾ കാണുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് നൽകുക. തുടർന്ന് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ലാൻഡ് വിവരങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് സോഷ്യൽ രജിസ്ട്രി ഡീറ്റെയിൽസിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക. ഇതൊരു നിർബന്ധിത ഫീൽഡല്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. റേഷൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് ഡിപ്പാർട്ട്മെന്റൽ അപ്രൂവൽ എന്നതിൽ അഗ്രികൾച്ചർ, റവന്യൂ ഇതിൽ ഏതാണോ അത് കൊടുക്കുക. അഗ്രികൾച്ചർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. തുടർന്ന് ഫാർമർ കൺസെന്റിൽ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. തുടർന്ന് പ്രൊസീഡ് ടു ഇ സൈൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആധാർ കൺസെന്റ് ഫോമിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP ബട്ടണിൽ പ്രസ് ചെയ്യുക. OTP നൽകുക. തുടർന്ന് നിങ്ങളുടെ KYC വിവരങ്ങളും ഫാർമർ ഐഡിയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇ സെൻഡ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഡിസൈൻ വിവരങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനായി PDF ഓപ്ഷൻ കാണുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. തുടർന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ ശ്രദ്ധിച്ചാൽ കാണുവാൻ സാധിക്കും, നമ്മുടെ ആപ്ലിക്കേഷൻ വിവരങ്ങൾ കാണുവാൻ ഫാർമർ രജിസ്ട്രി എന്നൊരു ഓപ്ഷനിൽ ഹോം, ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ വിവരങ്ങൾ അവിടെ കാണും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഇടയ്ക്ക് ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നോക്കേണ്ടതാണ്. ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെ ഇത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. റിജക്ഷനോ റിട്ടേണോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തേ ഉള്ളൂ, അത് കാരണം അപ്രൂവൽ സ്റ്റാറ്റസ് പെൻഡിങ്ങിലാണ് കാണുന്നത്.